പൗരത്വ ഭേദഗതി വിഷയത്തിൽ തെറ്റായ വാദം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ നിയമം പരാമർശിച്ചിട്ടുണ്ടെന്ന് സതീശൻ ആവർത്തിച്ചു. കെ.പി.സി.സി ആക്ടിംഗ് പ്രസിഡന്റ് എം.എം. ഹസന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ആ പറഞ്ഞതിനെ വളച്ചൊടിക്കുക. എം.എം. ഹസൻ അങ്ങനെ പറയും. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ കാര്യമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സാലി, വീണ്ടും പ്രതിപക്ഷ നേതാവ് തന്റെ നിലപാട് ആവർത്തിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പരിശോധനയിൽ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അത് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. സാലി, ഷമ്മി, അക്കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് അവകാശപ്പെട്ടത് പ്രകടന പത്രികയുടെ 8ാമത്തെ പേജിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് എന്നൊക്കെയായിരുന്നു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ പേജ് ഉയർത്തിക്കാട്ടി അങ്ങനെ ഒരു പരാമർശമേ ആ പ്രകടന പത്രികയിൽ ഇല്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അക്കാര്യമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അദ്ദേഹം പഴയ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. അത് അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അപ്പോ സ്വാഭാവികമായും CAA എന്ന വാക്ക് പോലും അതിലില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കാര്യം ചോദിച്ചപ്പോൾ CAA എന്ന വാക്കിനല്ല പ്രശ്നം, കരിനിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു വിചിത്രമായ ന്യായീകരണം പ്രതിപക്ഷ നേതാവ് നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ കെ.പി.സി.സി ആക്ടിംഗ് അധ്യക്ഷൻ എം.എം. ഹസൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം വലിയ വിവാദമായിരുന്നു. അതായത് പൗരത്വ നിയമം കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉൾപ്പെടുത്താൻ സൗകര്യമില്ല എന്നതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് ചോദിച്ചപ്പോൾ ഹസൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾ അതായത് മാധ്യമങ്ങൾ അങ്ങനെ വളച്ചൊടിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇക്കാര്യം ഈ രണ്ട് വിഷയത്തിലും പ്രതിപക്ഷ നേതാവിന് ഇന്നത്തെ വിശദീകരണം തൃപ്തികരമല്ലാത്തൊരു സമീപനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയാം. അദ്ദേഹം മുൻ നിലപാടിലൊന്നും ഒരു വിഷയത്തിൽ എം.എം. ഹസന്റെ കൃത്യമായ പ്രതികരണം മാധ്യമങ്ങളുടെ കൈവശമുള്ളതാണ്. പക്ഷെ അത് അദ്ദേഹം തുറന്ന് പറയുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മറ്റൊന്ന്, മുഖ്യമന്ത്രി ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഉയർത്തിക്കാട്ടിയാണ് അങ്ങനെ CAA എന്നൊരു വാക്ക് അതിലില്ല എന്ന കാര്യം പറഞ്ഞത്. പക്ഷെ അതിലും അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. അത് കരിനിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു വാദമാണ് അദ്ദേഹം ഉയർത്തിയത്. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഈ LDF-ഉം BJP-യും തമ്മിൽ കൂട്ടുകെട്ടാണ്, അത് മറച്ചു വെക്കാനാണ് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയത്. സാലി, പ്രതിപക്ഷ നേതാവ് ശരിക്കും മറ്റുള്ളവരെ ഒരു പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമായി? ഇപ്പോൾ മാനിഫെസ്റ്റോ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും UAPA, PMLA തുടങ്ങിയ കരിനിയമങ്ങളെ സംബന്ധിച്ച് പേരെടുത്ത് തന്നെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ. പക്ഷേ എന്തുകൊണ്ട് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആ വ്യക്തത വരുത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല? ആ ഒരു ചോദ്യമാണല്ലോ നിരന്തരമായി മുഖ്യമന്ത്രി ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും തന്റെ പഴയ നിലപാടിൽ തന്നെ ഈ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് യഥാർത്ഥത്തിൽ അദ്ദേഹം അക്കാര്യത്തിൽ ഒരു വ്യക്തതയുള്ള നിലപാടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വ്യക്തമായത്. CAA നടപ്പാക്കില്ല, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്താൻ എന്തായിരുന്നു തടസ്സം എന്ന് മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദിച്ചു. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. അത് വസ്തുതാവിരുദ്ധമാണെന്ന് നമുക്കൊക്കെ അറിയാം. പ്രകടന പത്രിക ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ പേജിൽ ഇത്രാമത്തെ പാരഗ്രാഫ് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം. പക്ഷേ ആ പ്രകടന പത്രിക പൂർണ്ണമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ച അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ CAA എന്ന വാക്കില്ലല്ലോ, എന്ന വാക്ക് ഒരു ഘട്ടത്തിൽ പോലും അതിൽ ഉപയോഗിച്ചിട്ടില്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിചിത്രമായ ഒരു ന്യായീകരണം വന്നത്, കരിനിയമങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ എന്നത്. അപ്പോൾ CAA എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിനും ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് പക്ഷെ വിശദീകരിക്കാൻ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഏതായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ പുലർത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എം.എം. ഹസൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമുക്ക് എം.എം. ഹസന്റെ ആ ഒരു പ്രസ്താവന ഒന്ന് കാണാം. ഞങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ നിർബന്ധമില്ലാത്തതുകൊണ്ട്
മതേതര ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യത്തിന് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞ അതേ ചോദ്യം താങ്കൾ ചോദിച്ചതുകൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ പ്രകടനപത്രം എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇത് അവിടെ ഡൽഹിയിലെ AICC ആസ്ഥാനത്തുണ്ടാക്കിയ പ്രകടനപത്രികയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ AKG സെന്ററിൽ നിന്ന് സീതാറാം യെച്ചൂരിക്ക് എഴുതിയിരിക്കുക. സാലി, ഇതായിരുന്നു MMSന്റെ ഇന്നലത്തെ ഒരു പ്രസ്താവന. ആ പ്രസ്താവന ഇല്ല എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഷമ്മി, അതായത് ഇന്നലെ KPCC ആക്ടിംഗ് അധ്യക്ഷൻ MM ഹസൻ ഇന്നലെ നടത്തിയ പ്രസ്താവന, അതായത് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ആ വാചകം, അതായത് പൗരത്വ നിയമം കോൺഗ്രസ് ഭരണപത്രം ഉൾപ്പെടുത്താൻ താങ്കൾക്ക് സൗകര്യമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് നീക്കാൻ താങ്കൾക്ക് സൗകര്യമില്ല എന്ന പ്രസ്താവന കോൺഗ്രസിനെ, UDFനെ, വിശേഷിച്ച് ലീഗിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ എന്നായിരുന്നു തർക്കമില്ല. കാരണം അക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസിന് ഇല്ല എന്ന് വ്യക്തമായൊരു പ്രസ്താവനയായിരുന്നു അത്. പക്ഷേ അത് അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് സ്വാഭാവികമായും വലിയ എതിർപ്പ് വലിയൊരു വിഭാഗത്തിനിടയിൽ നിന്നുണ്ടാകും എന്ന ആശങ്ക കോൺഗ്രസിനും ലീഗിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ MM ഹസൻ അത് പറഞ്ഞെങ്കിലും അതിനെ തള്ളി പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്ന് പ്രതിപക്ഷ നേതാവിന് ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ MM ഹസൻ പറഞ്ഞിട്ടേയില്ല എന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാ മാധ്യമങ്ങളിലും അത് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നല്ലോ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് നിങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞ് മറ്റു വിഷയങ്ങളിലേക്ക് അദ്ദേഹം സ്കിപ്പാവുകയാണ് ചെയ്തത്. അക്കാര്യത്തിൽ ഒരു വ്യക്തതയുടെ ഒരു നിലപാട് അദ്ദേഹം പറയുന്നില്ല. MM ഹസനെ തള്ളാനോ കൊള്ളാനോ MM ഹസൻ പറഞ്ഞ നിലപാട് ന്യായീകരിക്കാനോ ഒന്നും അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഹസന്റെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ എത്തിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് നിശബ്ദത കോൺഗ്രസ് പാലിക്കണം കേരളത്തിൽ UDFനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രസ്താവനകളിലെ ഒക്കെ തമ്മിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചത്. അതിനർത്ഥം ആ മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയും ഇന്നലെ MM ഹസൻ നടത്തിയ പ്രസ്താവനയും മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും സാലി, മൃദുഹിന്ദുത്വം എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായൊരു നിലപാട് പറയാൻ കോൺഗ്രസിന് ദേശീയ തലത്തിൽ കഴിയുന്നില്ല, നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. ഇനി കേരളത്തിൽ വിശദീകരണം നൽകി സംസ്ഥാന നേതാക്കൾ കുഴയുന്ന ഒരു കാഴ്ചയും ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്.